ആളിയ എന്തായി? ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതുവരെ ജാതി മതം നോക്കാതെ കല്യാണം കഴിച്ചിട്ടില്ല. സംഭവം അളിയൻ്റെ മോളൊക്കെ തന്നെയാണ്. പക്ഷെ കെട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടരെ കൊണ്ട് മാത്രം കെട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കുടുംബക്കാരും കാണത്തില്ല. പറഞ്ഞേക്കാം. എന്താ പറയുന്നത്? ഉപ്പ് പിന്നെ മൂത്രത്തിൽ ഉപ്പ് കാണത്തില്ല ചേട്ടാ. ആ ഒരു തമാശ പറയാനും സമ്മതിക്കത്തില്ലേ? അതിൽ ഉപ്പ് തന്നെയായിരുന്നു. എടാ ഇറക്കാ, നിന്റെ മറ്റവളുടെ ചാവി എൻ്റെ ഇരിക്കുന്നത് ഓർമ്മ വേണം നിനക്ക്. അത് ഞാൻ വല്ല കുളത്തിലോ കാട്ടിലോ വലിച്ചെറിഞ്ഞുണ്ടല്ലോ, പിന്നെ നീയൊക്കെ മൂഞ്ചത്തേ ഉള്ളു. അയ്യോട്ടാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ ചേട്ടാ, പ്ലീസ്. ആ ഞെട്ടിയോ? ഞെട്ടിയില്ലേ? പക്ഷെ ഞാൻ ഞെട്ടിയായിരുന്നു. ഞാൻ ആലോചിക്കുക, ചേട്ടന് എന്നെക്കാട്ടി നല്ല ഹൈറ്റുണ്ട്, നല്ല തടിയുണ്ട്, നല്ല പവറുണ്ട്. പിന്നെ ചേട്ടൻ എന്തിനാ വേറെ ഒരുത്തൻ്റെ കയ്യിൽ കത്തിയും കൊടുത്തു വിട്ടെ, അതും എന്നെ കൊല്ലാൻ? നീ എന്ത് മയിലാടാ പറയുന്നേ? ഞാൻ എന്ത് മയിര് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും കൂടെ താങ്കളെ പറ്റി നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മോനെന്ന് വിളിച്ചാൽ പോരാ, അതിൻ്റെ ഫ്രണ്ടിൽ പലതും ചേർത്ത് അവനെ വിളിക്കണം. ആ മോൻ വന്നിട്ട് ഈ കത്തി കൊണ്ട് എന്നെ കുത്താൻ വന്നു. അത് ചേട്ടൻ പറഞ്ഞയച്ചിട്ടാണോ വന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. എടാ, പണിയണമെന്നുണ്ടെങ്കിലേ ഞാൻ നേരിട്ടിറങ്ങി പണിയും. അത്ര അറിഞ്ഞാൽ മതി. ശരി. നമുക്കൊന്ന് കാണണ്ടേ? എങ്കിൽ ചേട്ടൻ പറഞ്ഞോ, വിളിച്ചാൽ മതി. നമ്പർ നോട്ട് ചെയ്തു. ഇന്നിത്താ എന്ത് ഉമ്മ? എടാ, ചാവാ നിൽക്കുമ്പോഴും നിനക്ക് ഇതേ ഉള്ളോ വിചാരം? പിന്നെ ഈ റിസ്ക് എടുത്ത് ഈ കാടൊക്കെ കയറി വന്നെന്തിന്? തരാം, നീ പോയ കാര്യം പറ. എടി, അയാളൊന്നുമല്ല അവനെ പറഞ്ഞു വിട്ടത്. അയാളൊരു മാന്യനായ കഴിവേറിയാണ്. ചീത്ത പറയുന്നു. എടി, ചീത്തല്ല, കഴിവേറി കിടക്കുന്ന, കഴിവ് കൂടുതലുള്ള ആൾ എന്നാണ് അർത്ഥം. നോക്കിക്കോ നിന്നെ. എടാ, എന്നാലും അത് ആരായിരിക്കും? ആ വർക്ക്ഷോപ്പിൽ അയാളായിരിക്കുമോ? അയാളല്ലേ കരി ഓയിലിൽ പണി വന്നിട്ട് പോയത്. വീണ്ടും വരും അയാൾ പണിയാൻ. എന്താ ഉമ്മതാ പേടിപ്പിക്കുന്ന മനുഷ്യനാ. എടി, എന്താടി? അവിടെ നിന്ന് ആരോ ഓടിപ്പോയി. ചേട്ടാ, വന്ന് അവന്മാരൊരു ഉമ്മ കൊടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ചേട്ടാ, 1 കിലോ പഴം. ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം. സ്കെച്ചുണ്ട്. സ്കെച്ചാ ചേട്ടാ? ഒരു സ്കെച്ച് വിടാ. എടാ നായ, അതല്ല, സ്കെച്ച് ഉണ്ടെന്ന്. അപ്പൊ പഴം ഉപ്പ് ഇങ്ങോട്ട് പോ. വണ്ടി എടു. ഫോൺ എടുക്ക്.
യൗമാരെന്തിനാണ് എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് റൊമാൻറ്റിക് ആവാൻ സമ്മതിക്കത്തില്ല. എടുക്കുന്നില്ലല്ലോ. വേഗം വാ. യവന്മാര് എന്താടാ? എടാ നീ ആരെ കാലിടെ പോയി കിടക്കുന്നത് മയിലേ? എന്താ? എടാ സ്കെച്ചുണ്ട്, ആരാണെന്ന് അറിയത്തില്ല. നമ്മളിതാ മാർക്കറ്റ് റോഡ് കഴിഞ്ഞ് ഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വേഗം വാ. അവരെത്തി വേഗം വാ, വേഗം വാ. സ്കെച്ചുണ്ട്, പോണം. ഓട്ടെ അവന്മാരെ തൊണ്ടയില് വെള്ളം വറ്റുന്ന ഓടണം. പോയി കാണോ? പോയില്ല. ഈ നായയുടെ കാര്യം ഇവിടെ ഇത് കുറെ നായന്മാരുണ്ട്. ഓടിക്കോ. നീയൊക്കെ MJ കോളേജിലല്ലേ പഠിക്കുന്നത്? നിൻ്റെയൊക്കെ സീനിയേഴ്സായിട്ട് വരും നമ്മൾ. നീയൊക്കെ ഇപ്പം തല്ലിയിട്ട് പോയാൽ തല്ല് എണ്ണി വെച്ച് നിൻ്റെയൊക്കെ വീട്ടിൽ കയറി പണിയോളാ. വണ്ടി എൻ്റെ പൊന്നു ചേട്ടന്മാരെ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. അവന്മാരെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് എത്തിച്ചത്. നിങ്ങളെവിടെ കൊണ്ട് എത്തിച്ചാൽ അവർ റാഗിങ്ങിൽ നമ്മൾ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെയ്താ. നമ്മളെ അല്ലെങ്കിൽ പിന്നെ ആർക്ക് സ്കെച്ച്? എന്താടി? അവിടുന്ന് ആരോ ഓടിപ്പോയി. സ്കെച്ചുണ്ട്, പോണം. ഞാൻ അവളവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് വന്നേ.